എല്ലാവർക്കും ദീപ്താസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യുന്നത് രാഗി വെച്ചിട്ട് നല്ല ഹെൽത്തിയും അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ രാഗിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇത് കലക്കിയെടുക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു അരക്കപ്പോളം വെള്ളം ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ട് തന്നെ കലക്കിയെടുക്കാം. ഇതിപ്പോൾ ഞാൻ ഒട്ടും കട്ടകളില്ലാതെ നന്നായിട്ട് തന്നെ കലക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് അടി കട്ടിയുള്ളൊരു പാത്രത്തിലാണ് നമ്മൾ തയ്യാറാക്കേണ്ടത്. അല്ലെങ്കിൽ ഒരു നോൺ സ്റ്റിക്ക് പാനിലോ തയ്യാറാക്കിയെടുക്കാം. രാഗിപ്പൊടി കലക്കിയെടുത്തത് ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ശർക്കര ഉരുക്കിയെടുത്തിട്ടുണ്ട്. 2 മീഡിയം സൈസിലുള്ള ശർക്കര 1 കപ്പ് വെള്ളത്തിൽ ഉരുക്കിയെടുത്തിട്ടുള്ളതാണ്. ഉരുക്കിയിട്ടൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ശർക്കര ഉരുക്കിയത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ തീ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് തീ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. ഇനി നമ്മളിത് കൈയെടുക്കാതെ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടിയിൽ പിടിച്ച് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഞാൻ തീ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഇത് നന്നായിട്ടൊന്ന് കുറുകി വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇത് അധികം താമസമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഏകദേശം ഒരു 4 മിനിറ്റൊക്കെ ആയി കാണും. ഈ ഒരു സമയം കൊണ്ട് തന്നെ അത് പാകത്തിന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 4 ഏലക്കായ കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ നാളികേരത്തിൻ്റെ പാലെടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുള്ളതാണ്. നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. കുറച്ച് നാളികേരം ചിരകിയതും കൂടി ചേർത്ത് കൊടുക്കാം. ഇടയിലൊക്കെ കടിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാനിവിടെ 1 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി കുറച്ച് അണ്ടിപ്പരിപ്പ് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടൊന്ന് വറുത്തെടുക്കാം. അധികം നെയ്യിൻ്റെ ആവശ്യമില്ല. വളരെ കുറച്ച് നെയ്യ് മാത്രം ചേർത്ത് കൊടുത്തിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഇനി ഒരു നേന്ത്രപ്പഴത്തിൻ്റെ പകുതി ഭാഗം ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതും ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിൽ നട്ട്സും പഴമൊന്നും ചേർക്കാതെ ഈ രീതിയിൽ കഴിക്കാനാണ് താല്പര്യമെങ്കിൽ ഇതുപോലെയും കഴിക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും പഴമൊക്കെ ചേർത്ത് കൊടുക്കാം. ഈ രീതിയിലാകുമ്പോൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും നല്ല ടേസ്റ്റോട് കൂടി കഴിക്കാൻ പറ്റിയിട്ടുള്ള റെസിപ്പിയാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്